അന്ന് രാത്രി തന്നെ ഏതാണ്ട് ഒരു 2 മണി 2:30 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു വലിയ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് 2 ഫിഷ് 2 കയ്യിലെയും വെച്ചിട്ട് എൻ്റെ അടുത്ത് തരുന്നത് പോലെ എനിക്കൊരു ദർശനമുണ്ടായി. ഞാൻ പെട്ടെന്ന് നന്ദി. ഞാൻ ഇസബെല്ല, ഇത് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ഡേവിഡ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് മാസം 27-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ ജൂലൈ 2022 തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. 2023 ഫെബ്രുവരിയിൽ ഹസ്ബൻഡിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കിംസ് ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്ത്. ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഉടൻ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അവിടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിൻ്റെയും കിഡ്നിയുടെയും ക്ലിയറൻസ്, അതായത് ഫങ്ഷൻ നോർമൽ ആണെന്നുള്ള ഒരു റിപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി ഹാർട്ടിൻ്റെ വാൾവിന് സിവിയർ അയോട്ടിക് സ്റ്റെനോസിസ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് തന്നെ അത് ചെയ്യണമെന്ന്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, സർജറിയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ നിർബന്ധ ബുദ്ധി കാരണം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞതനുസരിച്ച് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യഘട്ടം 3 മാസമായിരുന്നു കീമോതെറപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 10 ദിവസം ഗ്യാപ്പ് കിട്ടി. ഈ സമയത്തെല്ലാം ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയും പിന്നെ ഉടമ്പടി തൈലം അതെല്ലാം വിശ്വാസപ്രമാണം പറഞ്ഞ് കൊടുക്കുമായിരുന്നു ഹസ്ബൻഡിന്. എല്ലാ ദിവസവും അവിടെ ഞങ്ങൾ വെല്ലൂരിലാണ് സ്റ്റേ ചെയ്തിരുന്നത്. എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ തന്നെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് 10 ദിവസം ഗ്യാപ്പ് കിട്ടി, അത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അന്ന് കാണാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു വീണ്ടും 2ാം ഘട്ടം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അത് റേഡിയോ തെറപ്പി ആയിരുന്നു. 2ാം ഘട്ടം ശരി ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തൈറോയിഡ്, ഡയബറ്റിക്, പിന്നെ മൈഗ്രെയിൻ, ഈ അസുഖങ്ങളുണ്ട്. ഇപ്പം എനിക്ക് തലവേദന ഉണ്ട്. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എന്തുണ്ടെന്ന് എനിക്കറിയില്ല. മാതാവ് കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യവും തന്നെ ചെയ്തിട്ടില്ല അതുവരെയും. ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് മുന്നിട്ടിറങ്ങി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറൊരു പുതിയൊരു സ്ഥലമാണ് ചെയ്യാനും വിജയകരമായി ആ 2 ഘട്ടവും പൂർത്തീകരിക്കാൻ സാധിച്ചത് മാതാവ് ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. 2 ഘട്ടവും പൂർത്തീകരിച്ച് 6 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ജൂലൈ 31 കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2-3 മാസം റെസ്റ്റ് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ റിവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ മാത്രമേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ എത്രത്തോളം രോഗം മാറിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ ഗ്യാപ്പിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു രോഗ കാരണമായ കോശങ്ങളെല്ലാം നിശേഷം നശിച്ച് എത്രയും വേഗം ഇവിടെ വന്ന് സൗഖ്യം പ്രാപിച്ച് ഇവിടെ വന്ന് എത്രയും വേഗം സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും റിവ്യൂവിന് പോയി ടെസ്റ്റുകളെല്ലാം നടത്തി. 2 ദിവസത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് ടെസ്റ്റ് റിപ്പോർട്ട്സ് ഡോക്ടേഴ്സ് പരിശോധിക്കുന്നത്. ആ ദിവസം രാവിലെ ടെസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി. അത് അദ്ദേഹം തന്നെ പറയും. ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണാനായിട്ട് റിസൾട്ട് ഓൺലൈനിലാണ്. അപ്പോൾ നമുക്ക് അറിയത്തില്ല. ഡോക്ടേഴ്സ് 2 പേരുണ്ട്. 2 പേര് റേഡിയേഷൻ ഡോക്ടറും ഉണ്ട്, കീമോ ഡോക്ടറും ഉണ്ട്. അപ്പോൾ 2 പേരും കൂടെ കൺസൾട്ട് ചെയ്ത് റിസൾട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ അസുഖം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഇനി ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും, അതുവരേക്കും ഞങ്ങൾ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഏർലി മോർണിംഗ് അന്ന് രാവിലെ ഏർലി മോർണിംഗ് ഒരു 2 മണിക്ക് ആകുമ്പോൾ ഞാൻ നിങ്ങൾ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഞങ്ങളെ പേടിക്കുകയായിരുന്നു, ഇനി കംപ്ലീറ്റ് മാറിയിട്ടില്ലായിരുന്നോ എന്നുള്ള രീതിയിൽ. മാതാവിൻ്റെ അടുത്ത് വലിയ വിശ്വാസമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു.
അന്ന് രാത്രി തന്നെ ഏതാണ്ട് ഒരു 2 മണി 2-2:30 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു വലിയ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് 2 ഫിഷ് 2 കയ്യിലെയും വെച്ചിട്ട് എൻ്റെ അടുത്ത് തരുന്നത് പോലെ എനിക്കൊരു ദർശനമുണ്ടായി. ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോൾ ഒരു സ്ത്രീ പോകുന്നത് പോലെ കണ്ടു. പക്ഷേ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം കണ്ണും മൂടി കിടക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് കൃപാസന മാതാവാണ്. നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവ് തന്നെയാണ് ഇത് തന്നിട്ട് പോയെന്നുള്ളത്. അപ്പം തൊട്ട് തന്നെ ഞാൻ വൈഫിനത് പറയുകയായിരുന്നു. രാവിലെ മോർണിംഗ് എണിപ്പിച്ച് പറയുകയായിരുന്നു, എൻ്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ആവശ്യം പ്രശ്നമേ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റിസൾട്ടിൻ്റെ കാര്യം അന്വേഷിച്ച് പോയപ്പോൾ ഡോക്ടേഴ്സും ഇതേപോലെ തന്നെ പറഞ്ഞ് 2 അസുഖവും മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ അസുഖം ഈ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അസുഖം നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് ഇവിടെ കൃപാസനത്ത് വന്ന് രണ്ടാമത് പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ചു, പ്രത്യേകമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അത് വളരെ കോംപ്ലിക്കേഷൻ ആണ്, പക്ഷേ വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പേടിച്ചില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ അതിനുള്ള പ്രത്യേക ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അത് നെഗറ്റീവായിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്ക്, എന്തായാലും അത് ഇപ്പം തൽക്കാലം സാറിന് അത് പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ കാർഡിയോളജി ഡോക്ടേഴ്സ് പറയുകയും ഞങ്ങൾ വളരെ സന്തോഷപരമായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സാക്ഷി പറയാൻ വേണ്ടി വന്നതാണ് വൈഫും ഞാനും. വൈഫാണ് ഉടമ്പടി എടുത്തിരുന്നത്. വൈഫിനുള്ള അസുഖവും ഞങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളുടെ ഇതിനിടയ്ക്ക് എൻ്റെ കൊച്ചുമകൾക്ക് 6 വയസ്സായ കൊച്ചുമകളാണ്. മകൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണ്, അതിനുള്ള സർജറി ചെയ്യണമെന്നൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞു. അപ്പം ഞങ്ങൾ മാതാവിനോട് ഉടമ്പടി തൈലമെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു, ഉപ്പും കൊടുക്കുമായിരുന്നു. എന്നിട്ട് മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ഒരു 3rd ഒപ്പീനിയന് വേണ്ടി കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ അവർക്ക് അപ്പൻഡിസൈറ്റിസ് അല്ല, മെഡിസിനിൽ മാറും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതും വലിയൊരു അത്ഭുതം തന്നെയാണ്. മാതാവിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ പത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ലൈവ്